നമസ്കാരം. ഒരൊറ്റ ഫോൺ സംഭാഷണം കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പാലോട് രവിയെ ആയുധമാക്കാൻ CPIM തീരുമാനിച്ചപ്പോൾ അതിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിലെ മുതിർന്ന നേതാവിൻ്റെ ഫോൺ സംഭാഷണം ചോർന്നതിനെ തുടർന്ന് പാർട്ടി തലയിൽ കൈവച്ച് നിൽക്കുമ്പോൾ KPCC ആകട്ടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ ചില നീക്കങ്ങൾ നടത്തുകയായിരുന്നു. കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അടിവരയിടുന്നതായിരുന്നു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം. പാലോട് രവിയുടെ ഈ ഒരു അപ്രതീക്ഷിതമായ രാജിയെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ഒരു പ്രമുഖൻ ഇറങ്ങിയാൽ മറ്റൊരു പ്രമുഖനെ കളത്തിലിറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് KPCC അതിവേഗം പ്രതികരിക്കുകയുണ്ടായി. തിരുവനന്തപുരം DCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ മറുപടി നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണ് ഈ വിവരം അറിയിച്ചത്. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് പാലോട് രവി രാജിവെച്ചതോടെയാണ് N ശക്തന് താൽക്കാലിക ചുമതല നൽകാൻ KPCC തീരുമാനിച്ചത്. പാലോട് രവി കഴിഞ്ഞ ദിവസം രാജിവെച്ചെങ്കിലും പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നലെ രാവിലെയാണ് N ശക്തന് ചുമതല നൽകിയതായിട്ട് KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ള അടിയന്തര കാര്യങ്ങൾ അവയെല്ലാം തന്നെ പരിഗണിച്ചാണ് ശക്തന് താൽക്കാലിക ചുമതല പെട്ടെന്ന് KPCC നൽകിയിരിക്കുന്നത്. പുതിയ DCC അധ്യക്ഷന്റെ കാര്യം പുനഃസംഘടനയോടൊപ്പം തന്നെ തീരുമാനിക്കാനായിരുന്നു നിലവിലെ ആലോചന. ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഇപ്പോൾ സൂചന വരുന്നത്. ഏതായാലും അതുവരെ N ശക്തൻ തന്നെ താൽക്കാലികമായിട്ട് ചുമതലയിൽ തുടരുന്നതായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് N ശക്തന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലുണ്ടായ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. കാട്ടാക്കട അതോടൊപ്പം തന്നെ പാറശാല മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ N ശക്തനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയാൽ സമുദായ വോട്ടുകൾ ജില്ലയൊട്ടാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടയിലാണ് ഒരു കിടിലൻ എൻട്രി എന്നോണം ശക്തൻ്റെ പുതിയ സ്ഥാനലബ്ധി. അതേസമയം DCC അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള പാലോട് രവിയുടെ രാജി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നെന്നാണ് വിവരം. ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെക്കുറിച്ച് വിശദീകരണ കുറിപ്പുകൾ പാലോട് രവി നൽകിയെങ്കിലും രാജിക്കത്ത് നൽകാൻ KPCC അധ്യക്ഷൻ ആവശ്യപ്പെടുകയായിരുന്നു. AICCയുടെ നിർദ്ദേശപ്രകാരമാണ് KPCC രാജി ആവശ്യപ്പെട്ടത്. മുൻ DCC പ്രസിഡന്റ് പാലോട് രവിക്ക് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. രാജിയിൽ ചർച്ചയുണ്ടായെന്നും രാജി നൽകുകയും സ്വീകരിക്കുകയും ചെയ്തുവെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സംഭാഷണത്തിൽ ദുരുദ്ദേശമില്ലെന്നും പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ പറഞ്ഞതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. രാജി ചോദിച്ചു വാങ്ങിയതാണെന്ന ചോദ്യത്തിൽ നിന്നും സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ചത്. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി വലിയ പ്രതിസന്ധിയിലായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കാകുമെന്നും ഇല്ലാതാകുമെന്നുമാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു വെച്ചത്. നിയമസഭയിലും കോൺഗ്രസ് താഴെ വീഴുമെന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ പണം കൊടുത്ത് BJP വോട്ട് പിടിക്കുമെന്നും രവി സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴുമെന്നും മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുമെന്നും ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കുമെന്നും പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഈ ഒരു പരാമർശം അത് വിവാദമായതോടെ വിശദീകരണവുമായിട്ട് രവി രംഗത്തെത്തിയിരുന്നു.